ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ചിക്കൻ കറി വറുത്തരച്ചിട്ടാണ് കറി വെക്കുന്നത്. അപ്പം കറി വെക്കാനായിട്ട് ഇതാ കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി നന്നായി കഴുകി ക്ലീൻ ആക്കി വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ടുള്ള ചിക്കന് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 കിലോ ലഗോൺ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1.5 കിലോ ആണ് ലഗോൺ ചിക്കനാണ് കേട്ടോ. ഇനി അതിലോട്ട് ഞാൻ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 3 സവാളയാണ് ചേർത്തിട്ടുള്ളത്. മീഡിയം ലെവലുള്ള 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. വലിയ സവാള ആണെങ്കിൽ 2 എണ്ണം മതിയാകും കേട്ടോ. ഇനി 3 വലിയ പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് 2 ഉരുളക്കിഴങ്ങും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3ഉം കൂടി ചേർത്ത് ചതച്ചെടുത്തിട്ടുള്ളതാണ്. മുളക് എടുക്കുമ്പോൾ നമുക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് മുളക് എടുക്കാം. ഇനി അതൊരു 3 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലോട്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കറിക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഇനി വേവിക്കാൻ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ലഗോൺ ചിക്കനാണ്, കുറച്ച് വേവ് കൂടുതലുള്ളതാണ്. അപ്പം അതിനനുസരിച്ച് ഞാൻ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അധികം തന്നെ വിസിൽ വരണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഞാനതൊന്ന് വേവിച്ചെടുക്കട്ടെ. ഇനി ചിക്കൻ വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലോട്ടുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പം അതിനായിട്ടൊരു പാൻ ചൂടാക്കി അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെന്നുണ്ടെന്ന് വെച്ചാൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയുള്ളി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനൊരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ചെറുകി വെച്ച് തേങ്ങ ഇട്ട് കൊടുത്തു. അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 ചെറിയ കഷ്ണം പട്ട, ഒരു 4-5 ഏലയ്ക്ക, അതുപോലെ 4-5 ഗ്രാമ്പൂ ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പം ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ഞാനിപ്പോൾ തേങ്ങ വറുത്തെടുക്കുന്നത്. അതും തേങ്ങ വറുവായി വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് വറുത്തെടുക്കാം. ഇനി കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഫുൾ ഫ്ലെയിമിലിട്ട് തന്നെ തേങ്ങ വറുത്തെടുക്കുക. കളർ മാറി വരുന്ന സമയത്തൊന്ന് ഫ്ലെയിം കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇടയ്ക്കിതുപോലെ ഇളക്കി കൊടുക്കാൻ വിട്ടുപോകരുത്. ഇപ്പോൾ ഇതാ കളറെല്ലാം ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വറുത്തെടുക്കുന്ന ചട്ടി ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടെന്ന് വറവായി കിട്ടുന്നില്ല. ഇപ്പോൾ ഇതാ തേങ്ങ നന്നായി വറവായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് ഞാൻ വറുത്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് ചൂട് തണുന്നവരെ വെക്കുക. അപ്പോൾ ഇത് ചൂടെല്ലാം തണിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ആദ്യം ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കണം. അതിനുശേഷം പിന്നെ വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോഴേ വറുത്ത തേങ്ങ നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടുള്ളൂ. ഇനി വെള്ളം ചേർക്കാതെ ആദ്യം ഞാനിതൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കട്ടെ. ഇപ്പോൾ ഇത് ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതാണ് ആദ്യം ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ഒഴിച്ചു കൊടുത്ത് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ചുവറ്റിയിട്ട് ആ വെള്ളം കൂടി ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഈ സമയത്ത് നമ്മൾ ഉപ്പെല്ലാം പാകത്തിനാണെന്ന് നോക്കുക. പോരായി ഉണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞിട്ടുള്ള മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ചേർത്തിട്ട് നമ്മൾ കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം. കറി ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കറി ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. ഇപ്പോൾ തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ ഇതാ കറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നാടൻ രീതിയിലുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.